ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മൾ കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ നമ്മളുടെ ഫാമിലിയിലുള്ള ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. കൃഷ്ണേന്ദു എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഡിഷ് വാഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഇടാവോ ചേച്ചിന്ന്. അപ്പൊ കൃഷ്ണേന്ദു ദാ പിടിച്ചോ, ഡിഷ് വാഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ. അപ്പോൾ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ പാത്രങ്ങൾ റിൻസ് ചെയ്തിട്ട് വേണം ഇടാൻ. അപ്പോൾ പാത്രങ്ങൾ ഞാൻ റിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കൈ കൊണ്ട് കഴുകാൻ മാത്രം പറ്റുന്ന കുറച്ച് പാത്രങ്ങളുണ്ടാവും. ആ പാത്രങ്ങൾ കഴുകുന്ന വഴി സിങ്ക് ഞാൻ പ്ലഗ് ചെയ്ത് നിറയ്ക്കും. ഡിഷ് വാഷർ പാത്രങ്ങൾ കഴുകുക മാത്രമല്ല, അവർ ഉണക്കിയും കൂടെ തരും. അവസാനം അതിനൊരു ഹീറ്റ് ഡ്രൈയിങ് സൈക്കിളുണ്ട്. പക്ഷെ ചില പാത്രങ്ങൾ, ചില പ്ലാസ്റ്റിക് പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പം, അല്ലെങ്കിൽ വക്കൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ വക്കിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി വെള്ളമായിരിക്കും. അതൊന്ന് ഊർന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ രാത്രിയിൽ എപ്പോഴും ഡിഷ് വാഷർ ഓൺ ആക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു 95% എല്ലാ പാത്രങ്ങളും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ഒത്തിരി ലാഭമുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രം ഇങ്ങനെ സിങ്കിനകത്ത് ഇട്ട് വെക്കും. അത് നല്ലപോലെ കുതിരാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ അതിനെ അങ്ങ് ഇട്ടേക്കും. ഒരു 1-2 മണിക്കൂറൊക്കെ പാത്രങ്ങൾ അങ്ങ് കുതിരാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഒന്ന് റിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ പൊക്കി എടുക്കുമ്പോൾ അതിനകത്തുള്ള ഭൂരിപക്ഷം ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് പൊക്കിയെടുത്ത്, അതുകൊണ്ടാണ് മുഴുവൻ പോവാത്തത്. പക്ഷെ അതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഷ് വാഷറിലോട്ട് വെച്ചാൽ മതി. ഡിഷ് വാഷർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിന്റെ മേളിൽ നമുക്ക് ചെറിയ അടുപ്പുകൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വെക്കാം. ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കള്ളികളുണ്ട് നമുക്ക് പ്ലേറ്റ് വെക്കാൻ. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ഡിഷ് വാഷറിന്റെ മേളത്തെ ലെവലിലോട്ട് വെള്ളം എത്തിക്കുന്ന സ്പ്രെയർ. അപ്പോൾ ഇതിൽ ചെറിയ ഓട്ടകളുണ്ട്. ആ ഓട്ടകളിൽ കൂടെ എല്ലാം വെള്ളം വരും. അതുപോലെ തന്നെ ഇത് കറങ്ങുകയും കൂടെ ചെയ്യും. അപ്പോൾ ഈവൻലി ഡിസ്പേഴ്സ്ഡ് ആയിട്ട് വെള്ളം എല്ലാ സെക്ഷനിലോട്ടും ചെല്ലും. അതുപോലെ തന്നെ ഡിഷ് വാഷറിൻ്റെ താഴത്തെ സെക്ഷനിന് വേണ്ടി എത്താൻ വേണ്ടിയുള്ള സ്പ്രെയറും വേറെ ഉണ്ട്. അതും ഇതുപോലെ കറങ്ങുന്നത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ ഡ്രെയിനും ഉണ്ട്. അവിടെ കൂടെയാണ് വെള്ളം എല്ലാം പോകുന്നത്. ഫുഡ് പാർട്ടിക്കിൾസും വലുതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അക്യൂമുലേറ്റ് ആകും. വീക്ക്ലി വൺസ് വീക്കൊക്കെ നമ്മൾ അതൊന്ന് എടുത്ത് എംപ്റ്റി ചെയ്തൊന്ന് കഴുകി വെച്ചാൽ മതി. നമ്മളിങ്ങനെ റിൻസ് ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കൊന്നും വരാറില്ല. എല്ലാം തന്നെ ജസ്റ്റ് അങ്ങ് സിങ്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിഷ് വാഷറിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ കട്ട്ലറി ഡ്രോ എന്ന് പറയും. അത് അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സ്പേസ് കിട്ടും. പൊതുവെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാറില്ല, കാരണം ഇഷ്ടംപോലെ സ്പൂൺസും നൈഫ്സും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിഷ് വാഷറിന് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് തന്നെ ഉണ്ട്. ഇതുപോലെ മേളത്തെ റാക്കിൽ നമ്മൾക്ക് ചെറിയ ബൗൾസ്, സോസസ്, അത് അങ്ങനത്തെതൊക്കെ വെക്കാനുള്ള ഹൈറ്റേ ഉണ്ടാവത്തുള്ളൂ. വലിയ നമ്മുടെ ഡിന്നർ പ്ലേറ്റ്സ് വെക്കാനുള്ള ഹൈറ്റ് ഇല്ല, കാരണം ഡ്രോ അടയ്ക്കുമ്പോഴത്തേക്കും മേളിൽ തട്ടും. പിന്നെ അതുപോലെ തന്നെ താഴത്തെ സ്ഥലത്താണ് കുറച്ചും കൂടെ സ്പേസ് ഉള്ളത്, കുറച്ചുകൂടെ വലിയ പാത്രങ്ങളും അതുപോലെ നമ്മുടെ ഡിന്നർ പ്ലേറ്റ്സ് അതൊക്കെ വെക്കാൻ. പിന്നെ ഡിഷ് വാഷറിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ഞാൻ കാണിച്ചതല്ല, മേളിൽ ഇങ്ങനെ കറങ്ങുന്ന ഫാൻ ഉണ്ടെന്ന്, ആ ഫാനിൽ തട്ടുന്ന ടൈപ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അത് വെച്ചാൽ ആ ഫാൻ ശരിക്കും കറങ്ങുകയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ പാത്രങ്ങൾ ചിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെല്ലാം വെച്ചിട്ടൊന്ന് കറക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഡിഷ് വാഷറെല്ലാം ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഡിഷ് വാഷിംഗ് ടാബ്ലറ്റ് നമ്മൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വെക്കണം. നമുക്ക് ടാബ്ലറ്റ് മാത്രമല്ല, അതുപോലെ തന്നെ പൗഡറും ലിക്വിഡും കിട്ടും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളുടെ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല. അത് പതഞ്ഞ് വെളിയിലോട്ട് ചാടും. ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ ഉപയോഗിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ റിൻസൈഡ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ അവിടെ ഇച്ചിരി ബാക്കി ഇരുന്നോളും. ഇത് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചെറിയ വൈറ്റ് സ്പോട്ട്സ്, ഇങ്ങനെ വെള്ളപ്പാടുകൾ, പ്രത്യേകിച്ച് ഗ്ലാസ് പാത്രങ്ങൾ നമ്മൾ കാണാറില്ലേ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കുന്നത്. അത് സാധാരണ വെള്ളത്തിൻ്റെ ഉള്ള മിനറൽസ് ഡിപ്പോസിറ്റ്സും അതുപോലെ തന്നെ സോപ്പ് ബാക്കി വരുന്നത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതാണ് ആ പാടുകൾ. അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാടുകളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഡിഷ് വാഷർ ഓൺ ആക്കി കഴിയുമ്പം ഈ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് വരും. അപ്പം നമ്മളുടെ ആ ടാബ്ലറ്റ് റിലീസായിട്ട് പാത്രങ്ങൾ കഴുകിക്കോളും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിഷ് വാഷറിൻ്റെ പരിപാടി. ഇതിന് പല സൈക്കിൾസ് ഉണ്ട്. നമ്മളുടെ പാത്രങ്ങൾ എങ്ങനത്തതനുസരിച്ച് നമുക്കിടാം. ഇപ്പോൾ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെവി ലോഡ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഞാൻ നോർമൽ വാഷിലാണ് ഇടുന്നത്, കാരണം ഒരു സാധാരണ പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഫാസ്റ്റ് വാഷ് ഉണ്ട്, പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി കിട്ടണമെങ്കിൽ, അധികം പാത്രമൊന്നും ഇല്ലെങ്കിൽ. പിന്നെ അതുപോലെ ഗ്ലാസ് കൂടുതലുണ്ടെങ്കിൽ, ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഗ്ലാസ്സിന് ഇടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് പവർ ഞെക്കുക. അപ്പം ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക്
ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവസാനം ബീപ്പ് 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 എന്ന് 3 പ്രാവശ്യം അടിച്ചിട്ട് ഈ ലൈറ്റ് പിന്നെ കത്തിയിരിക്കും. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഡിഷ് വാഷറിന് ഒരു ഡീപ്പ് ക്ലീനിങ് കൊടുക്കണം. ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ മേടിക്കാൻ കിട്ടും. ആ സൊല്യൂഷൻ നമ്മളിങ്ങനെ കമത്തി ഏറ്റവും ബോട്ടം ഡ്രോയറിൽ വെച്ചാൽ മതി. ഡിഷ് വാഷർ എംറ്റി ആയിരിക്കുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഗ്രീസൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം ഡിസോൾവ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷർ മുഴുവൻ നല്ല രീതിക്ക് ക്ലീൻ ആക്കി കിട്ടും. ഏറ്റവും ഹോട്ടസ്റ്റ് സൈക്കിളിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി. അപ്പം ദാണ്ട നമ്മുടെ മെയിൻ്റനൻസ് വാഷ് കഴിഞ്ഞു, ലൈറ്റ് കത്തി, അത് ഓഫാക്കി ഡിഷ് വാഷർ തുറന്നു. നല്ല ഫ്രഷാണ്, നല്ലൊരു മണവും ഉണ്ട്, ഒരു ലെമണി ഫ്രഷ് മണം. നമ്മുടെ സൊല്യൂഷൻ മുഴുവൻ തീർന്നിട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷറിൻ്റെ മേളിൽ കിടക്കുന്ന ഈ മഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് മേടിച്ച് തൂക്കിയിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു $3 കണ്ട് ഇതിന് വിലയുള്ളൂ. 90 വാഷസ് വരെ ഇത് നമുക്ക് ഇരിക്കും. അത് എല്ലാത്തിനും ഒരു നല്ലൊരു മണം വരാൻ വേണ്ടിയാണ്. ഓരോ പ്രാവശ്യം ഇതിനകത്തുള്ള ലിക്വിഡ്സ് ഇച്ചിരി വെച്ച് ഉപയോഗിച്ച് 90 വാഷസ് വരെ ഇത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഡിഷ് വാഷർ വീഡിയോ. ഇത്രമാത്രം ഒരു ഡിഷ് വാഷറിനെ പറ്റി പറയാനുണ്ടെന്ന് ഇപ്പോഴാണ് ഞാനും അറിഞ്ഞത്. അതുകൊണ്ട് ക്ഷമിക്കണം, ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഡിഷ് വാഷർ വാട്ടർ വേസ്റ്റ് ആണ് തെറ്റിദ്ധാരണ ചിലർക്കുണ്ടായിരിക്കും. പക്ഷെ സത്യത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഡിഷ് വാഷർ വെള്ളം ഉപയോഗിക്കുന്നത്. ഞാനും ഇതുപോലെ ആദ്യം ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സമയം മാത്രമല്ല വെള്ളവും ഇഷ്ടംപോലെ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ.